അപ്പോൾ ഇന്ന് നമ്മൾ നാനിയുടെ ദ പാരഡൈസ് എന്ന് പറഞ്ഞ സിനിമയുടെ ഒരു ഗ്ലിംസ് വന്നിട്ടുണ്ട്. അത് നമ്മൾ കണ്ടില്ല എന്ന് വെച്ചാൽ നമ്മൾ ഒരു തവണ കണ്ടതാണ്. ആക്ച്വലി ഞാനതിൻ്റെ തെലുങ്ക് ട്രെയിലർ കണ്ടത്. അതിനുശേഷം ഇതിൻ്റെ ഇതിൻ്റെ മലയാളം ട്രെയിലറിൻ്റെ ട്രോൾ വീഡിയോസൊക്കെ ഒരു വന്നു. ആക്ച്വലി ഈ ട്രെയിലറല്ല, ഈ ഗ്ലിംസ് ഇറങ്ങിയിട്ട് ഇപ്പോൾ ഒരാഴ്ച ആയിട്ടുണ്ട്. സോ നമ്മുടെ ഓരോ പോസ്റ്റിന് താഴെ വന്ന് ഞാനീ ഫാൻസാണെന്ന് തോന്നുന്നു കമന്റ് അടിക്കുന്നുണ്ടായിരുന്നു. ഞാൻ ട്രെയിലർ കണ്ടില്ല. നിങ്ങൾ കണ്ടിട്ടില്ലേ ട്രെയിലർ അല്ല ഗ്ലിംസ്. ഇപ്പം മറ്റേ സിനിമാറ്റോഗ്രാഫർ JK വിഷ്ണു, മറ്റേ വിജയുടെ പടങ്ങളൊക്കെ ചെയ്യുന്നത്. വിജയ് 3 പടങ്ങൾ അടുപ്പിച്ച് ചെയ്ത ഡയറക്ടർ ആയിരുന്നു. അല്ലല്ല, വിജയ് 3 പടങ്ങൾ നമ്മുടെ ഹിന്ദി പോയ അറ്റ്ലിയുടെ പടങ്ങളൊക്കെ ചെയ്യുന്ന ക്യാമറമാൻ JK വിഷ്ണു. ഞാൻ കുറേ നാളത്തെ ഫോളോ ചെയ്യുന്ന പുള്ളി ആഡ് സമയം തൊട്ട്. നല്ല സിനിമാറ്റോഗ്രാഫർ. അപ്പോൾ ആക്ച്വലി ഇതിൻ്റെ മലയാളം ടീസറിനകത്തുണ്ടായിരുന്ന ഈ ഗ്ലിംസിലുണ്ടായിരുന്ന ഒരു കയ്യിൽ ടാറ്റു ഒരു ഭയങ്കര ട്രോൾ മെറ്റീരിയലായി മാറിയിട്ടുണ്ട്. അപ്പം നമുക്ക് അതൊക്കെ കുറേ കണ്ടെങ്കിൽ അത് പിന്നെ ഞാൻ മലയാളം ഗ്ലിംസ് കണ്ടിട്ടില്ല. സോ നമുക്ക് മലയാളം ഗ്ലിംസ് ഒന്ന് കണ്ടു നോക്കാം. ചേട്ടാ അപ്ലൈ ചെയ്തത് ഫാൻസിന് മലയാളം കാണുന്നുണ്ട് വിഷയമാവോ? കുഴപ്പമില്ല. റോ ട്രൂത്ത് ഇരുട്ടാണല്ലോ. ചരിത്രത്തിൽ പലരും കിളികളെയും പറഞ്ഞിട്ടുണ്ടെങ്കിലും അതേ ഇനത്തിൽപ്പെട്ട കാക്കയെ പറ്റി ഒരുത്തരും ഒരു ചുക്കും എഴുതിയിട്ടില്ല. നെറുകെട്ടവന്മാര്. ഇത് വയറെരിയുന്ന കാക്കകളുടെ കഥ, കാലങ്ങളായി ചത്തു ജീവിക്കുന്നവരുടെ കഥ. പാൽച്ചിലത്താനാകാത്ത അമ്മയുടെ മാറിലെ രക്തം കുടിച്ചു വളർന്ന കുലത്തിന്റെ കഥ. വേറെ യൂണിവേഴ്സ് അല്ല നാച്ചുറൽ സ്റ്റാർ നാനി. അതാ ടൈറ്റിൽ. അവരുടെ ആ കുലത്തിന് മുഴുവൻ ധൈര്യം കൊടുത്തു. അത് വാച്ചാണോ? അനി ഇറക്കുന്ന കാക്കകളെ കൊണ്ട് കയ്യിൽ കത്തി വെപ്പിച്ചു. ഇതാ കാക്കകളെയെല്ലാം ഒറ്റക്കെട്ടാക്കിയ ഒരു വേശ്യയ്ക്ക് പിറന്നവന്റെ അത് കണ്ടത് മഴൂരുടെ കണ്ടത് പടം. കങ്കു ഇത് പഴയകാലം അല്ലേ? ഇത് ഇച്ചിരി കേട്ടാ ഡിസ്റ്റോപ്പിയൻ ഹീറോ അല്ലേ? ഹീറോ എന്ന് പറഞ്ഞൊരു ഷഡ് ഇട്ടിട്ടുണ്ട്. ഹീറോ പ്രായം ഷഡ് അല്ല, അവരുടെ ഷൂ ആണ് നോക്കിയാലും മതിയല്ലോ. എന്തോ കയ്യിൽ ഒരു ഡിസ്റ്റോപ്പിയൻ ലൈനാണ് ഈ മാസം. അല്ല, ഒരു ഡിസ്റ്റോപ്പിയൻ ലുക്ക് അല്ലേ ഈ മാസോ? 26/3/2026 26ആണോ? അടുത്ത വർഷം ഇതിപ്പോ അത് സമയമുണ്ട്. ഇതിപ്പോ ഗ്ലിംസ് അല്ലേ, ഇപ്പൊ പടത്തിന് ഷൂട്ടിങ് നടന്നോണ്ടിരിക്കുകയായിരിക്കും. എന്ത് പരിപാടിയാണ് കാണിച്ചു കഴിഞ്ഞാൽ അറിയത്തില്ല. അത് കൊള്ളാം. അപ്പൊ നമ്മൾ കണ്ട ട്രോളിൽ നമ്മൾ കണ്ട സാധനം കൊള്ളാം. ബാക്കിയെല്ലാം ഈ കാക്കയുടെ കാര്യം പറഞ്ഞപ്പോഴത്തേക്ക് നിങ്ങൾക്ക് അതാ പ്രശ്നം. കാക്കയാണ് നിങ്ങളുടെ വിഷയം അല്ലേ? കാക്കയെ കുറിച്ച് ആരും പറഞ്ഞില്ല എന്ന് പറഞ്ഞിട്ട് പൂരത്തറി അവര്. അതെ പരിപാടി. എന്നാലും നിങ്ങൾ കാക്കകളെ കുറിച്ച് പറഞ്ഞില്ലല്ലോ എന്നുള്ളതാണ് അവരുടെ വിഷമം. ഇതിൻ്റെ ഒരു കിട്ടില്ല സാധനം ഉണ്ടായിരുന്നു. മറ്റേ ഇതിൽ എഴുതിയിരിക്കുന്ന സാധനം മറ്റേ ഹീറോ എന്ന് എഴുതിയ ഷട്ടി ഇട്ട മോനായ നാനിയുടെ നാച്ചുറൽ സ്റ്റാർ നാനി അങ്ങനെ കിട്ടുന്ന സാധനം ഉണ്ടായിരുന്നു. അത് വായിച്ച് നാച്ചുറൽ ആയിട്ടുള്ള ആക്ടിങ് ആണ്. പാരഡൈസ് പറഞ്ഞ പടത്തിന് വേണ്ടിയിട്ട് എല്ലാവരും എല്ലാരും പാരഡൈസിലെത്തി. തെലുങ്കില് ഈ കാക്ക തന്നെയാണോ? തെലുങ്കില് മറ്റേ സബ് ടൈറ്റില് ഇങ്ങനെ കാക്ക അല്ല കാക്കയാണല്ലോ കാണിച്ചത്. അങ്ങനല്ല, ഇങ്ങനെ കാക്കകളെ കുറിച്ച് ആളുകൾ പറയാത്തതിൽ എനിക്ക് സങ്കടം ഉണ്ടെന്ന് ആ ലൈനോ. അതന്നെ സെയിം. അത് ചേട്ടാ അതെന്തോന്നാ ഇത് മൊത്തം മറ്റേ വേർഡ് ബൈ വേർഡ് ഡബിങ് ചെയ്യുന്നത് ഇവര്. അതൊക്കെയാണോ? എന്താണ് അതിന്റെ സിഗ്നിഫിക്കൻസ്? അത് പടം പറയട്ടെ. ഇനിയിപ്പോ തന്നെ അറിയണോ? അങ്ങനല്ല, ഇത് കഴിഞ്ഞ ശ്രീകാന്തോടനെ വിളിച്ചു ചോദിക്കാം. അല്ല, എന്റെ ഒരു സുഹൃത്തുണ്ട് അവിടെ, അവരെ വിളിച്ചു ചോദിക്കാം.
പുള്ളിയുടെ പേര് ശ്രീകാന്ത് അല്ലേ? അല്ല, വിഷ്ണുവെന്ന് വിളിച്ചത് എനിക്ക് പുള്ളിയുടെ ടച്ച് അല്ലേ. അതെ, GK വിഷ്ണുവായിട്ട് നിങ്ങൾ വലിയ കമ്പനി അല്ലേ, നിങ്ങൾ പുള്ളി ഞാൻ അങ്ങോട്ട് മെസ്സേജ് അയക്കുന്നുണ്ട്, പുള്ളി തിരിച്ചൊന്നും പറയുന്നില്ല. എന്തൊക്കെ അറിയണം അല്ലേ? ഒരു പടം വലിയൊരു കഷ്ടപ്പാട് ഉണ്ടാക്കുന്ന സമയത്ത് അങ്ങനെ കഥ അറിയണം ഇപ്പോഴത്. എന്തോ ഇത്, നിങ്ങൾ പടം കണ്ട് കഥ മനസ്സിലാക്കും. അതെ അതെ, അതിനി അടുത്ത വർഷം പടം കണ്ടിട്ട് വിമർശിക്കും സുഹൃത്തെ എന്ന് പറയുന്നത് അല്ലേ? പക്ഷെ ഹൈപ്പില്ലടാ നിനക്ക് ആക്കാന്ന് പറഞ്ഞപ്പോ നീ ഹൈപ്പ് ഇട്ടില്ല. വിഷ്വലി ഭയങ്കര അല്ല, ഇവർ ഈ സാധനം മാർക്കറ്റ് ചെയ്ത ഈ ടാറ്റു വെച്ചിട്ട് അത് എല്ലാ ലാംഗ്വേജിലും അത് ട്രോളായിട്ടുണ്ട്. തെലുങ്കിലും തമിഴിലും ഹിന്ദിയിലും എല്ലാം അത് ട്രോളാക്കി വെച്ചിട്ടുണ്ട്. ഉണ്ടല്ലേ? ആ, ഹിന്ദിയിൽ തെലുങ്കിലും ഇതേ അർത്ഥത്തിൽ തന്നെ. ആക്ച്വലി ഇതിപ്പോ ട്വിറ്ററിലൊക്കെ ഇതൊരു ഭയങ്കര കുറച്ച് ട്രെൻഡിങ് ആയിരുന്നു. എനിക്ക് ആ തെറിയേക്കാൾ അതിന്റെ ഉപയോഗിച്ചേക്കുന്ന ഫോണ്ടും അതിന്റെ അകലമൊക്കെ ഇഷ്ടപ്പെടാൻ. അവനെ കൈ കണ്ണു കണ്ടില്ല. കണ്ണക്കാരിയാണ് അവിടെ എഴുതി വായിച്ചോണ്ടിരിക്കുമ്പോഴല്ലേ ഈ കണ്ണൊക്കെ വെള്ളത്തിന് എടുക്കുന്നു. അപ്പോൾ ഇത് ഭയങ്കര അകൽച്ചയിലൊക്കെ എഴുതിയേക്കുന്നത്. ചേട്ടാ അത് കൈവച്ചിട്ട് ഇങ്ങനെ വരയ്ക്കല്ലോ, ഇപ്പൊ കറക്റ്റായിട്ട് വരയ്ക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ തെറി എഴുതി കൊടുക്കുമ്പോൾ കറക്റ്റായിട്ട് ഫോണ്ടിന്റെ സൈസ് മറ്റേ ഗ്യാപ്പൊക്കെ നോക്കി എഴുതാനേ ഇങ്ങോട്ട് കൊണ്ടുപോകാ മോനെ എന്ന് പറഞ്ഞിട്ട് എഴുതി കൊടുക്കല്ലേ. ശ്രദ്ധിക്കണമെന്നായിരുന്നു അവർക്ക്, അതെന്തായാലും നടന്നിട്ടുണ്ട്. അവൻ കൊച്ചായിരിക്കും അവന്റെ കയ്യിൽ ആരോ നെട്ടി എഴുതി കൊടുത്താ അതവൻ കൈ കൊണ്ട് നടക്കും. വളർന്നപ്പോൾ അകന്നതായിരിക്കും അല്ലേ? വളർന്നപ്പോ അതിങ്ങനെ ലോജിക്കലി തിങ്ക് ബെറ്ററാ, മനസ്സിലായോ? എന്തൊക്കെയല്ലേ? അല്ല ഇപ്പൊ ശരിക്കും ശ്രദ്ധിച്ചോ, ഇങ്ങനെ കൊച്ചിലെഴുതി കൊടുത്ത അതാ മോൻ ഇപ്പുറത്തെ സ്നേഹത്തോടെ മോനെ എന്ന് വിളിച്ച അതങ്ങനെ എഴുതി കൊടുത്ത. അത് പറ. ഇപ്പൊ എല്ലാം കറക്റ്റായി. ബാക്കി പടത്തിലെ ടീസർ, ട്രെയിലറുകൾ, ഗാനങ്ങൾ എല്ലാം അടുത്ത വർഷമുള്ളൂ. 26/3. ശരി, അടുത്ത ബർത്ത്ഡേ 26/3, 26 അങ്ങനെ പറഞ്ഞു. 25 പറയാണ്ടിരിക്കുവായിരുന്നു. എന്തായാലും ഇവിടെ മുഖം പോലും കാണിച്ചിട്ടില്ലല്ലോ. കാണിച്ചല്ലോ. അല്ല ഇങ്ങനെ ഒരു മിന്നായം പോലെ, ഒരു വിന്യായം പോലെ ഇൻട്രോ ഷോട്ട് പോലെ ഇല്ലല്ലോ. അത് പിന്നെ ഞാനിവിടെ പിറന്നാൾ ഷോട്ടല്ലേ ഷഡ്ഡി, ഹീറോയുടെ ഷഡ്ഡി. അതല്ല മറ്റേ ഞാനിവിടെ പിറന്നാൾ വരുമല്ലോ ഈ വർഷം. അപ്പൊ ഒരു ഞാനിവിടെ പിറന്നാൾ കഴിഞ്ഞില്ലേ? പിറന്നാൾ അതായിരുന്നു ഇത്. പിറന്നാൾ റിലീസ് ഇതിന് മറ്റേ ചേട്ടാ ഇതിന്റെ കൂടെ പിറന്നാൾ തന്നെ തെറി. ഇതിന്റെ മറ്റേ ഇത് ഇറക്കില്ലായിരുന്നു നമ്മുടെ ഹിറ്റ് 3യുടെ. നല്ല ട്രെയിലർ അല്ലേ? അതും ഇത് തന്നെ. ഇവന്റെ കയ്യിൽ എന്ത് ആയുധം ഉണ്ടെന്ന് മറന്നുള്ളതേ ഉള്ളൂ. അതെ രക്തച്ചൊരിച്ചില്ല. അപ്പൊ വയലൻസ് നാച്ചുറൽ സ്റ്റാറാണ്. പക്ഷെ ഇപ്പം ചെയ്യുന്ന എല്ലാം ഭയങ്കര വയലൻസ് ആയി. ഇപ്പം ദസറയും വയലൻസ് അല്ല. അല്ല, പുള്ളിയെ സംബന്ധിച്ചത് പുള്ളി ന്യൂ ആ. പുള്ളിയുടെ 20 പടങ്ങളായിരുന്നു. നാച്ചുറൽ സ്റ്റാർ അല്ലേ ചേട്ടാ? നാച്ചുറൽ ആയിട്ട് ഫാമിലി ടൈപ്പ് ഫാമിലി മൂവീസാ കൂടുതലും. കഴിഞ്ഞ ഹിറ്റ് ആയത് എന്തൊരു കൊച്ചു എന്തായിരുന്നു ആയിനാന. ഹൈനന്ന. അത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അത് ജേഴ്സി. അതും അത് കുറച്ച് നല്ല പടമാണ്. ഹിന്ദി അത്ര ഹിന്ദി വർക്കായില്ല. കാരണം തെലുങ്ക് ഒരുപാട് പേര് കണ്ടിരുന്നു. അതെ, അവിടുത്തെ ഓഡിയൻസ് തന്നെ ഈ പടം ഡബ് ചെയ്ത് അവിടെ നല്ലപോലെ ഓടിയതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് ഹിന്ദിയിൽ റീമേക്ക്. പിന്നെ വേറെ ഏതോ വലിയ പടം, ഏതോ ഒരു വലിയ പടത്തിന്റെ കൂടെ വന്നു. അല്ലല്ല, കൊറോണ റിലീസ് ആയിരുന്നു അല്ലേ? കൊറോണ KGF 2 അല്ല, അതെല്ലാം കഴിഞ്ഞു. KGF 2 കഴിഞ്ഞിട്ടായി വരുന്നത്. അല്ല, ഏതോ വലിയ 2 പടങ്ങളുടെ കൂടെ ഈ ജേഴ്സി ആണ്. അല്ല, അത് അവര് പറയുന്നുണ്ട്. ആക്ച്വലി ഈ പടങ്ങളെല്ലാം തന്നെ ഈ സൗത്ത് ഇന്ത്യൻ പടങ്ങൾ, മെജോറിറ്റി പടങ്ങൾ അവരുടെ ഈ ലോക്കൽ ചാനലുകളെല്ലാം വരും. അവർക്കൊരു ഈ ചാനലിൽ നിന്ന് കിട്ടുന്ന ഒരു മേജർ വരുമാനം എന്ന് പറയുന്നത് ഈ ഡബ്ഡ് പടങ്ങളാണ്. അപ്പോൾ അത് അവിടെ ഭയങ്കര ഹിറ്റാണ്. അപ്പം അതുകൊണ്ടാണ് ഈ പുഷ്പയൊക്കെ കയറി ഇത്രയും ഇതാന്ന് പറയുക. അല്ലു അർജുൻ്റെ പടങ്ങളെല്ലാം ഇതുപോലെ ഡബ് ചെയ്ത് കണ്ട് അത് അവിടുത്തെ ആൾക്കാർ നോക്കുമ്പോൾ അവർക്ക് വന്ന് ഇവിടുന്ന് വെച്ച് നോക്കിയാലും ഇടി തന്നെ ഇടി. പ്രത്യേകിച്ച് കഥയും പരിപാടിയൊന്നും വേണ്ട, അവർക്ക് ആ സാധനം മതി. അല്ലേ, ഒരു വലിയ ശതമാനം ഓഡിയൻസിന് ഇങ്ങനെ സിനിമ കാണണ്ട ആ ഒരു ലൈനാണ്. അതായത് നമ്മളിപ്പോൾ ഇങ്ങനെ കണ്ടോണ്ടിരിക്കുന്നു, ഇങ്ങനെ എഴുന്നേറ്റ് ഞാൻ ബാത്റൂമിൽ പോയിട്ട് തിരിച്ചു വന്നാലും വലിയൊരു സാധനം മിസ്സാവരുത്. തിരിച്ചു വരുമ്പോഴും എന്റർടൈനിങ് ചെയ്യുന്ന ഒരു പടം. ആ ലൈൻ ഓഫ് സിനിമകൾ ഒരുപാട് ഡബ് ചെയ്ത്. മനസ്സിലായി. നായകൻ വണ്ടിയിൽ ഇറങ്ങി നടന്നാന്ന് പറഞ്ഞാൽ ഞാൻ മൂത്രം ഒഴിച്ച് തിരിച്ചു വരുമ്പോഴും നായകൻ നടപ്പടക്കും സ്ലോ മോഷൻ BGM കിട്ടും. അതാണ് അവർക്ക് വേണ്ട സംഭവം. പിന്നെ ഒരു 100 വില്ലന്മാരല്ലേ തെലുങ്കില്. അപ്പോഴത്തേക്ക് ഒരു 50 വില്ലന്മാരെ ഇടിക്കുമ്പോഴത്തേക്ക് എനിക്ക് എന്തെങ്കിലും ചെയ്ത് തിരിച്ചു വരാം. ഞാൻ 100ാമത്തെ വില്ലനാകുമ്പോൾ ഞാൻ തിരിച്ചു വന്നാൽ മതി. ഇടയ്ക്ക് എന്തെങ്കിലും എന്റെ ലൈഫിൽ എന്തെങ്കിലും എനിക്ക് ചെയ്യണ്ടേ? 2.5 മണിക്കൂർ എന്റെ മുമ്പ് ഇരിക്കാൻ പറ്റൂ? എനിക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാനുള്ളത്. അതിന്റെ ഇടയ്ക്ക് കുറച്ച് ഞാൻ പടം കാണാം. അപ്പോൾ ഇനി ഞാനിവിടെ പാരഡൈസിന്റെ ടീസർ, ട്രെയിലർ അങ്ങനെ സാധനങ്ങളൊക്കെ വരട്ടെ. അത് നമ്മൾ റിയാക്ട് ചെയ്യുന്നതായിരിക്കും.